ഓക്കെ, ഇത് വന്നിട്ട് നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CGL 2020 ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ A⁻n - B⁻n A⁻n + B⁻n. അപ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്ലസ് ആണ് കിടക്കുന്നത്. പ്ലസ് ആണ് കിടക്കണമെങ്കിൽ നമുക്കറിയാം A⁻n + B⁻n എന്ന ഫോമിൽ ആ ഫോമിലോട്ട് നമുക്ക് ഇതിനാക്കണം. പ്ലസ് നമുക്ക് അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട്. നമ്മൾ അത് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഓഡിന് മാത്രമേ നമ്മൾ ആ സാധനം പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈവൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എന്നിൻ്റെ വാല്യൂ എന്താക്കണം? ഓടാക്കണം. സപ്പോസ് ഇത് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഇതിന് മുമ്പിലത്തെ വീഡിയോ ജസ്റ്റ് പോയി കാണുക. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഓടാക്കണം. എന്നിൻ്റെ വാല്യൂ ഓടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോൾ 70 എന്ന് പറഞ്ഞാൽ ഈവനാണ്. അപ്പോൾ ഓടാക്കാൻ ഞാൻ ഇതിനെ 5² എന്നെടുത്തു, ⁻35 എന്നെടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ 2 × 35 70 ആയിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ ഞാൻ 7² എന്നെടുത്തു, 35 എന്നാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ 25⁻35 എന്നും അതുപോലെ തന്നെ 49⁻35 എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വല്ല കാര്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇതെന്തായി? A⁻n + B⁻n എന്നിൻ്റെ വാല്യൂ ഓട്. അങ്ങനെയാണെങ്കിൽ ഇത് A+B വെച്ച് ഡിവിസിബിൾ ആയിരിക്കും അല്ലേ. A+B വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഇൻറ്റു സംതിങ് ഒരു മൾട്ടിപ്പിൾ അവിടെ കാണും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്പർ 25 + 49 ഇൻറ്റു സംതിങ് ഒരു മൾട്ടിപ്പിൾ അവിടെ ഉണ്ട്. അതായത് 74 ഇൻറ്റു മൾട്ടിപ്പിൾ എന്തോ ഒരു മൾട്ടിപ്പിൾ അവിടെ കിടപ്പുണ്ട്. ആണ് ഈ കിടക്കുന്ന നമ്പർ എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ ഇനിയിപ്പോൾ ഇതിനെ എന്ത് വെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പോണേ? 74 വെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പോകണം. 74 വെച്ച് എന്താ? അപ്പോൾ ഈ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ റിമൈൻഡർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ഇതായിരിക്കും ഫൈനൽ ആൻസർ.